കേരളത്തിലെ പാവപ്പെട്ട ഹിന്ദുസിനെ നിർബന്ധിച്ച് ബീഫ് തീറ്റിപ്പിച്ച് ബീഫ് ഈറ്റേഴ്സ് ആക്കി മാറ്റിയ ക്രിസ്ത്യൻസും മുസ്ലിംസും ചെയ്തത് ഒരു സംസ്കാരത്തെ തകർക്കൽ തന്നെയല്ലേ. കേരളത്തിലെ ഒരു അമ്പലത്തിൽ നിന്നും 5 മിനിറ്റ് നടന്നാൽ നിങ്ങൾക്ക് ബീഫ് വിൽക്കുന്ന സ്ഥലം കാണാം. ഇതിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും തോന്നുന്നില്ലേ? കീർത്തി എന്ന യൂട്യൂബറിനെയും അവർ നടത്തിക്കൊണ്ടിരുന്ന ആർഷഭാരത തമ്മിൽ തല്ലിക്കലിനെയും പറ്റി മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അർദ്ധനുണകളും അർദ്ധസത്യങ്ങളുമായി ഇന്ത്യൻ വലതുപക്ഷത്തിന് അഥവാ സംഘപരിവാരത്തിന് എങ്ങനെയാണ് അവർ മുമ്പ് ഇവിടെ മണ്ണൊരുക്കിയത് എന്ന വിഷയത്തിൽ ആ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് നാളായി. കാലത്തിന്റെ മാറ്റമാണോ എന്നറിയില്ല, അവർ അവരുടെ വീഡിയോസിൽ നേരിട്ടുള്ള വലതുപക്ഷവാദങ്ങൾ പറയുന്നത് കുറച്ച് പകരം വലതുപക്ഷത്തിന് ഇടയ്ക്കിടെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യുകയാണെന്ന് കാണാം. അതായത് വീഡിയോസ് കണ്ടാൽ ഇവർ സംഘാനുകൂലി ആണെന്നൊന്നും തോന്നാത്ത രീതിയിലായിരിക്കുന്നു കോണ്ടന്റ്. എന്നാൽ ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ ബീഫ് ഭക്ഷ്യ സംസ്കാരത്തെ പറ്റി പുറത്തിറങ്ങിയ കീർത്തിയുടെ വീഡിയോ മലയാളികൾക്കിടയിൽ വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും എന്താണ് ആ വിമർശനങ്ങൾ, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. പൊതുവിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം മനുഷ്യരും കഴിക്കുന്ന ഫുഡല്ല ബീഫ്. എന്നാൽ കേരളത്തിലാകട്ടെ ജനസംഖ്യയുടെ നല്ലൊരു ശതമാനം ആളുകളും കഴിക്കുന്ന ഒരു സ്റ്റേപ്പിൾ ഫുഡാണ് ബീഫ്. അപ്പൊ കീർത്തി തന്നെ വീഡിയോയിൽ പറയുന്നത് സത്യമാണെങ്കിൽ ബീഫ് കഴിക്കാത്ത കീർത്തിയെ പോലെ ഒരാൾ കേരളത്തിന്റെ ഈ ഭക്ഷ്യ സംസ്കാരത്തെ അറിയാനും പരിചയപ്പെടുത്താനും നടത്തുന്ന കൗതുകം നിറഞ്ഞ ഒരു യാത്ര എന്ന നിലയിൽ ആ വീഡിയോ കാണുമ്പോൾ വളരെ സാധാരണമായി നമുക്ക് തോന്നും. എന്നാൽ ആ വീഡിയോയിൽ ആദ്യാവസാനം വരുന്ന ചില പ്രയോഗങ്ങൾ അത്ര നിഷ്കളങ്കമാണോ എന്നതാണ് ഇവിടെ പ്രശ്നം. തൃശൂർ റൗണ്ടിലുള്ള ഒരു ഊണുകടയിൽ ബീഫ് കാണുമ്പോൾ അവർ പറയുകയും അത്ഭുതപ്പെടുകയും ചെയ്യുന്ന കാര്യം കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രോത്സവം നടക്കുന്ന ഒരു അമ്പലത്തിൽ നിന്നും 5 മിനിറ്റ് നടന്നാൽ നിങ്ങൾക്ക് ബീഫ് കിട്ടും എന്നാണ്. ഇത് കേൾക്കുമ്പോൾ മലയാളികൾക്ക് കൗതുകപ്പെടാനുള്ളതായി ഒന്നുമില്ല. പക്ഷെ കീർത്തിയുടെ പ്രേക്ഷകർക്ക് ഈ വസ്തുതയെ അത്ര നിഷ്കളങ്കമായി എടുക്കാൻ പറ്റുമോ? ഇല്ല എന്നതാണ് ഉത്തരം. കാരണം അവരുടെ കാഴ്ചക്കാരിൽ ഭൂരിപക്ഷം ബീഫ് കഴിക്കാത്ത നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷത്തിനായി കീർത്തി നീട്ടിയ ഒരു ഡോഗ് വിസിലായിരുന്നു നേരത്തെ പറഞ്ഞ വാചകം. നായ്ക്കൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന, അവരെ ആക്രമണത്തിന് മറ്റാരും അറിയാതെ പറഞ്ഞുവിടാൻ കഴിയുന്ന ഒരു വിസിലിനെയാണ് സാധാരണയായി ഡോഗ് വിസിൽ എന്ന് വിളിക്കുന്നത്. രാഷ്ട്രീയത്തിലും മറ്റും ഏറെ പ്രസക്തമായി ഈ പദം ഉപയോഗിക്കുന്നത് മറിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങളുള്ള സന്ദേശങ്ങളെ സൂചിപ്പിക്കാനാണ്. ലളിതമായി പറഞ്ഞാൽ ഒരു സന്ദേശം കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് അത് സാധാരണമായ ഒന്നായി തോന്നും. എന്നാൽ ഒരു പ്രത്യേക ടാർഗറ്റഡ് ഓഡിയൻസിന് അതിനുള്ളിലെ രാഷ്ട്രീയമായ വർഗീയമായ സന്ദേശം കൃത്യമായി കിട്ടും. വിവാദങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ സ്വന്തം പക്ഷത്തുള്ളവരെ പ്രകോപിപ്പിക്കാനോ ഐക്യപ്പെടുത്താനുമാണ് ഇത്തരം ശൈലികൾ ഉപയോഗിക്കുന്നത്. പരസ്യമായി വിദ്വേഷം പറഞ്ഞാൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നതിനാൽ കോഡ് ഭാഷ ഉപയോഗിച്ച് വിദ്വേഷം പടർത്തുന്ന ഒരു രീതി. കീർത്തിയുടെ വീഡിയോയിൽ ക്ഷേത്രത്തിൽ നിന്നും 5 മിനിറ്റ് നടന്നാൽ ബീഫ് കിട്ടുമെന്ന് പറയുമ്പോൾ അത് ചുമ്മാ ആ ഭക്ഷണം അവിടെ കിട്ടുമെന്ന് പറയുന്ന ഒരു വിവരണം മാത്രമല്ല, അതിലൊളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സൂചനകൾ മറ്റു ചിലതാണ്. ബോധപൂർവമായ സംഘർഷ നിർമ്മിതിയാണ് അതിലെ പ്രധാന പ്രശ്നം. ക്ഷേത്രത്തെയും ബീഫിനെയും ഒരേ വാചകത്തിൽ കൊണ്ടുവരുന്നതിലൂടെ നോർത്ത് ഇന്ത്യയിലെ ഒരു വിഭാഗം ആളുകൾക്കിടയിലുള്ള വിശ്വാസത്തെ വ്രണപ്പെടുത്താനാണ് ഇവിടെ ശ്രമിക്കുന്നത്. കേരളത്തിലെ ക്ഷേത്ര പരിസരങ്ങളിൽ മാംസാഹാരം ലഭിക്കുന്നത് ഇവിടുത്തെ സാധാരണമായ ഒരു കാര്യമാണ്. എന്നാൽ ഇതൊരു പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഹിന്ദു വികാരം വ്രണപ്പെടുത്തുന്ന ഒന്നാണെന്ന സന്ദേശം ലക്ഷ്യമിട്ട വിഭാഗത്തിന് കൈമാറുന്നു. അതോടൊപ്പം തന്നെ ഈ വീഡിയോ പുറത്തു വരുന്ന ആ സാഹചര്യത്തെയും നമ്മൾ കാണണം. കേരള സ്റ്റോറി അടക്കം പുറത്തിറങ്ങി ഒരു കേരള വിരുദ്ധ ആഖ്യാനത്തെ ഊട്ടി ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തെ ഒരു അധാർമിക ഇടമായി ചിത്രീകരിക്കാൻ നിരന്തരം ശ്രമിക്കുന്നവർക്ക് ക്ഷേത്രത്തിന് സമീപം ബീഫ് എന്ന പ്രയോഗം കേരളത്തെ ആക്രമിക്കാൻ ആവശ്യമായ ആയുധം നൽകുന്നു. നേരിട്ട് വിദ്വേഷം പറയാതെ തന്നെ കേരളത്തിലെ സംസ്കാരം ഹിന്ദു വിരുദ്ധമാണെന്ന തോന്നൽ സൃഷ്ടിക്കുന്ന ഒരു ഡോഗ് വിസിലായി ഈ വാചകങ്ങൾ മാറുന്നു. നേരിട്ടുള്ള വർഗീയത പറയുന്നത് ഒഴിവാക്കിയതിലൂടെ ഒരു എക്സ്ക്യൂസ് പറയാനുള്ള ഒരു അവസരമാണ് കീർത്തി സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ നിന്നും എതിർപ്പുണ്ടാകും. ഈ എതിർപ്പുകളെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമെന്നോ ഹിന്ദു വേട്ട എന്നോ ഒക്കെ ചിത്രീകരിക്കാൻ ഇത് വ്ളോഗർക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും അവസരം നൽകുന്നു. അങ്ങനെ വളരെ സേഫായി വീഡിയോ ചെയ്തിരിക്കുന്ന കീർത്തി അവരുടെ വീഡിയോയിൽ ചേർത്തിരിക്കുന്ന മറ്റൊരു സ്പൈസി ഇൻഗ്രീഡിയന്റ് ആണ് ബീഫ് കഴിക്കുന്ന ഹിന്ദുക്കളെ പറ്റിയുള്ള നരേറ്റീവ് ബിൽഡിംഗ്. ഇന്ത്യൻ വലതുപക്ഷം ഏറെ പണിയെടുത്ത് നോർത്തിലും മറ്റും പരീക്ഷിച്ച് വിജയിച്ച ഒരു ഫോർമുലയാണ് ഗോമാത എന്ന ബിംബം. ഇന്ത്യൻ സവർണ പ്രിവിലേജ്ഡ് ഹിന്ദുക്കൾക്കുണ്ടായിരുന്ന ഗോമാത എന്ന സങ്കല്പത്തെ ഹിന്ദുക്കളുടെ ഫണ്ടമെന്റൽ നിയമമായി അവതരിപ്പിക്കാനും അതിലൂടെ ഹിന്ദുക്കളെ പോളറൈസ് ചെയ്യാനും അവർക്ക് കഴിഞ്ഞു. എന്നാൽ കേരളത്തിലെ ബീഫ് കഴിക്കുന്ന ഹിന്ദുക്കളോട് പശു നിങ്ങളുടെ അമ്മയാണ് എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി മലയാളി അപ്പൊ കാള നിന്റെ അച്ഛനാണ് എന്ന് തിരിച്ചു ചോദിക്കുമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ വേറൊരു അപ്രോച്ചാണ് അവർ നോക്കുന്നത്. അതായത് പണ്ട് നമ്മൾ സത്യത്തിൽ ബീഫ് കഴിക്കുമായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ ക്രിസ്ത്യൻസും മുസ്ലിംസും നമ്മളെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് മാറ്റി എന്നൊരു നെറേറ്റീവാണ് അവർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇതിലെ സത്യം എന്താണ്? എന്ന് മുതലാണ് മലയാളി ബീഫ് കഴിച്ചു തുടങ്ങിയത്? കേരളത്തിന്റെ ഭക്ഷ്യ സംസ്കാരത്തിൽ ബീഫ് ഉൾപ്പെട്ടതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇത് നമ്മുടെ ഒരു പുതിയ ശീലമല്ല, മറിച്ച് കേരളത്തിലെ സവിശേഷമായ ജാതി വിരുദ്ധ പോരാട്ടങ്ങളുടെയും കുടിയേറ്റങ്ങളുടെയും വൈദേശിക ബന്ധങ്ങളുടെയും അതിനോടൊപ്പം നമ്മുടെ തനത് രുചിയുടെയും റിസൾട്ടായി രൂപപ്പെട്ടതാണ്. ഇതിന് നിരവധി ചരിത്രപരമായ തെളിവുകൾ ലഭ്യമാണ്. കേരളത്തിന്റെ ഭക്ഷ്യ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെന്നെത്തുന്നത് ക്രിസ്തുവർഷം ആദ്യ നൂറ്റാണ്ടുകളിലെ സംഘകാലത്താണ്. ഇന്നത്തെ തമിഴ്നാടും കേരളവും ഉൾപ്പെട്ട പ്രദേശമായ പുരാതന തമിഴകത്തിന്റെ സാമൂഹിക ജീവിതം വിവരിക്കുന്ന പുറനാനൂറ്, അകനാനൂറ്, പതിറ്റുപത്ത് തുടങ്ങിയ കൃതികളിൽ മാംസാഹാരത്തെക്കുറിച്ച് വിപുലമായ പരാമർശങ്ങളുണ്ട്. അവ പരിശോധിച്ചാൽ അന്നത്തെ ഭക്ഷണത്തിലെ ബീഫിന്റെ സ്ഥാനം നമുക്ക് മനസ്സിലാകും. അക്കാലത്ത് കന്നുകാലികളെ വളർത്തുന്നത് പ്രധാന ജീവിതോപാധിയായിരുന്നു. ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ആനിരൈ കവർതൽ അഥവാ കന്നുകാലികളെ പിടിച്ചെടുക്കലും നടന്നിരുന്നു. പിടിച്ചെടുത്ത കന്നുകാലികളെ അറുത്ത് മാംസം കഴിക്കുന്നത് ധീരതയുടെ അടയാളമായി പോലും കരുതിയിരുന്നു. പാണന്മാരും വിരളികളും ഉൾപ്പെടെയുള്ളവർക്ക് രാജാക്കന്മാർ നൽകിയിരുന്ന വിരുന്നുകളിൽ മദ്യവും മാംസവും സുലഭമായിരുന്നു എന്നതിന്റെയും മാംസം ചുട്ടുപുഴു
പുഴുങ്ങിയും കഴിക്കുന്ന രീതി അന്ന് നിലനിന്നിരുന്നു എന്നതിനും സംഘകാല കൃതികളിൽ വ്യക്തമായ തെളിവുകളുണ്ട്. പിന്നീട് ആദ്യമായി ഇതിൽ മാറ്റം വന്നത് ബ്രാഹ്മണ്യം ശക്തമാകുന്നതിന് മുമ്പ് ബുദ്ധ ജൈന മതങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നപ്പോഴാണ്. ഈ മതങ്ങൾ മുന്നോട്ട് വെച്ച അഹിംസ എന്ന സിദ്ധാന്തം മാംസഭക്ഷണത്തിന് ചെറിയ തോതിൽ നിയന്ത്രണം വരുത്തിയെങ്കിലും അതൊരു പരിപൂർണ്ണ നിരോധനമായിരുന്നില്ല. 8-ാം നൂറ്റാണ്ടോടെ ആരംഭിച്ച ശങ്കര വിജയം പോലുള്ള പ്രസ്ഥാനങ്ങളും വൈദിക മതത്തിന്റെ വളർച്ചയും കേരളത്തിലെ ഭക്ഷണക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. കന്നുകാലികളെ വിശുദ്ധമായി കാണുന്നത്, അവയെ കൊല്ലുന്നത് പാപമായി കാണുന്ന ചിന്താഗതികളൊക്കെ കേരളത്തിലെ ഉന്നത ജാതിക്കാർക്കിടയിൽ വ്യാപിച്ചു. എന്നാൽ അന്നും കേരളത്തിലെ ഭൂരിപക്ഷമായിരുന്ന അവർണ വിഭാഗക്കാർ ഗോമാംസം ഇഷ്ടം പോലെ ഭക്ഷിച്ചിരുന്നു എന്നതിനും തുകലൊരിക്കൽ പോലുള്ള തൊഴിലുകൾ ചെയ്തിരുന്നു എന്നതിനും ചരിത്രപരമായ തെളിവുകളുണ്ട്. മധ്യകാല മലയാള കൃതികളായ മണിപ്രവാള സാഹിത്യത്തിലും സന്ദേശ കാവ്യങ്ങളിലുമുള്ള അക്കാലത്തെ അങ്ങാടികളെക്കുറിച്ചുള്ള വിവരണം പരിശോധിച്ചാൽ ഉണ്ണുനീലി സന്ദേശം പോലുള്ള കൃതികളിൽ അങ്ങാടികളിൽ മാംസം വിൽക്കുന്ന കടകളെക്കുറിച്ച് പരാമർശിക്കുന്നതായി കാണാം. വിദേശ സഞ്ചാരികളായ ഇബ്ൻ ബത്തൂത്ത, വാസ്കോഡ ഗാമ, അബ്ദുൾ റസാഖ് എന്നിവരുടെ കുറിപ്പുകളിലും കേരളത്തിലെ ജനങ്ങൾക്കിടയിലെ ഭക്ഷണ വൈവിധ്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം വരുന്ന പിന്നാക്ക വിഭാഗക്കാർക്കും ദളിതർക്കും കന്നുകാലി മാംസം അവരുടെ ഭക്ഷണത്തിന്റെ ഒരു മെയിൻ പാർട്ടായിരുന്നു എന്ന് ആ വിവരണങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ കീർത്തി അവരുടെ വീഡിയോയിൽ പറയുന്നത് പോലെ കേരളത്തിലെ ഹിന്ദുക്കൾ ഈ അടുത്ത കാലത്ത് ബീഫ് കഴിച്ചു തുടങ്ങിയവരല്ല. ഇനി സവർണ ഹിന്ദുക്കൾ മാത്രമാണ് യഥാർത്ഥ ഹിന്ദുക്കൾ എന്നതാണ് അവരുടെ വാദമെങ്കിൽ അത് കംപ്ലീറ്റ്ലി വേറൊരു ടോപ്പിക്കാണ്. ഇനി കേരളത്തിലെ ഹിന്ദുക്കളിലെ ചെറിയൊരു വിഭാഗം കഴിഞ്ഞ 50-60 വർഷങ്ങൾക്കിടയ്ക്കാണ് ബീഫ് കഴിക്കാൻ തുടങ്ങിയതെങ്കിൽ അതിലെന്താണ് പ്രശ്നം? കൂട്ടുകാരോടൊപ്പം കഴിക്കുമ്പോൾ, ഉച്ചയ്ക്ക് സ്കൂളിൽ ലഞ്ച് കഴിക്കുമ്പോഴൊക്കെ നമ്മൾ പരസ്പരം നമ്മുടെ ഫുഡ് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ബീഫ് കഴിച്ച് അത് ഇഷ്ടപ്പെട്ട് അത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരും നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ ഒന്നുമല്ലല്ലോ അങ്ങനെയുള്ളവർ ബീഫ് കഴിക്കുന്നത്, അവരുടെ ഇഷ്ടം കൊണ്ടല്ലേ. ചുരുക്കത്തിൽ ക്രിസ്ത്യൻസിന്റെയും മുസ്ലിംസിന്റെയും സ്വാധീനത്തിൽപ്പെട്ടാണ് ഹിന്ദുക്കൾ ബീഫ് കഴിക്കാൻ തുടങ്ങിയത് എന്ന് കീർത്തി നിഷ്കളങ്കമായി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല. ഇനി അത് അങ്ങനെയാണെങ്കിലും നമുക്കതിലൊരു പ്രശ്നവുമില്ല. സ്വാഭാവികമായും കീർത്തിയുടെ ടാർഗറ്റ് ഓഡിയൻസിന് അതൊരു പ്രശ്നമാണ്. അത് തന്നെയായിരിക്കാം അവരുടെ ആ വീഡിയോയുടെ ഉദ്ദേശവും. അപ്പൊ എന്താണ് ഈ ബീഫ് കഴിക്കുന്ന ഹിന്ദുക്കൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.